കേരളത്തിൻ്റെ ദക്ഷിണ ഭാരതത്തിൻ്റെ കുംഭമേള എന്ന് പറയുന്ന മാഘമഹോത്സവം അത് പൗരാണികമായ ഒരു ചരിത്രമുള്ളതാണ്. ബ്രഹ്മദേവന്റെ യാഗഭൂമിയാണ്. ആ യാഗം നടന്നത് മാഘമാസത്തിലാണ്, ദേശത്തിൻ്റെ രക്ഷയ്ക്കും ജനങ്ങളുടെ ശ്രേയസ്സിനുമായി. അന്ന് ആ യാഗത്തിനായി എത്തിച്ചേർന്ന ഗംഗയടക്കമുള്ള സർവ്വതീർത്ഥങ്ങളും ദേവതകളും ഋഷിമാരും എല്ലാ മാഘത്തിനും ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി എന്ന് ആശീർവദിച്ചതിനെ തുടർന്നാണ് ഈ മാഘം ആരംഭിക്കുന്നത്. ഈ മാഘകാലത്ത് ഇത്തരത്തിലുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് അവിടെ ജപം, പാരായണം തുടങ്ങിയുള്ള തപസ്സിൽ ഏർപ്പെടുന്നത് ഒരു കൽപ്പം തപസ് ചെയ്യുന്നതിൻ്റെ ഫലമാണ് നൽകുക. കൽപ്പവാസം ചെയ്യുക എന്നാണ് പറയുക. പ്രയാഗ്രാജിൽ ജനുവരി 3 തൊട്ട് വലിയ രീതിയിലുള്ള കൽപ്പവാസം ഫെബ്രുവരി 15 വരെ നടക്കുകയാണ് മാഘമേള. ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. അപ്പം അങ്ങനെ ബ്രഹ്മദേവന്റെ കാലം തൊട്ട് തുടങ്ങി വിദ്വാന്മാരുടെയും ധാർമ്മികാചാര്യന്മാരും നേതൃത്വം നൽകി കേരളത്തിലെ രാജാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ് ഈ മാഘമേളയിലായിരുന്നു. 12 വർഷം കൂടുമ്പോൾ പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കും. അതിനുശേഷം തുടർന്നുള്ള 12 വർഷത്തെ മാഘം ഈ രാജാക്കന്മാർ രക്ഷാപുരുഷന്മാരായി നടത്തും. ആദ്യം പെരുമാക്കന്മാരും പിന്നീട് പെരുമ്പടപ്പ് സ്വരൂപവും അത് കഴിഞ്ഞ് വള്ളുവക്കോനാതിരിയും പിന്നീട് സാമൂതിരിയും ഒക്കെ അങ്ങനെ പല കാലങ്ങളിൽ മാഘം നടത്തി. 270 കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർ ഇത് നിർത്തലാക്കി. സ്വാതന്ത്ര്യത്തിന് ശേഷം പല പരിശ്രമങ്ങളും ഇതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി പല സമയങ്ങളിൽ ഉണ്ടായി. ഇടയ്ക്ക് കുറച്ച് പരിപാടികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു 60കളിൽ 70കളിലൊക്കെ. അവസാനം 2016 മുതൽ ചെറിയ രീതിയിൽ ഒരു നിള പൂജയും സന്യാസി സംഗമവും സ്നാനവും ഒക്കെയായി ചെറിയ രീതിയിൽ ഒരു 2-3 ദിവസത്തേക്ക് പരിപാടികളായിട്ട് ഇവിടെ ഇത് നടന്നു വന്നിരുന്നു. മാമാങ്കം എന്ന് നമ്മൾ കേട്ടുപോരുന്ന ഒരു കഥ യഥാർത്ഥത്തിൽ ഈ മഹാമാഘം തന്നെയാണ്. മഹാമാഘം, മാഘത്തിൻ്റെ മലയാളമാണ് മകം. അപ്പം മഹാമാഘം അല്ലെങ്കിൽ മഹാമാഘം ഇത് പറഞ്ഞ് ലോപിച്ചിട്ടാണ് മാമാങ്കമാകുന്നത്. ഈ മാമാങ്കത്തിലെ അംഗത്തിന് നമ്മൾ അംഗമെന്ന് കേൾക്കുന്ന അംഗവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാൽ സാമൂതിരിപ്പാടിൻ്റെ കാലത്ത് ഇവിടെ വള്ളുവക്കോനാതിരിയുമായി യുദ്ധം ചെയ്താണ് ആ അധികാരം പിടിച്ചെടുത്തത്. മാമാങ്കം നടത്തുന്നതിനുള്ള അധികാരം പിടിച്ചെടുത്തത് എന്നുള്ളത് കൊണ്ട് തുടർന്ന് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്മാരകങ്ങളായിട്ട് ഇതിന് ചുറ്റും ഒരുപാട് ചരിത്ര സ്മാരകങ്ങളെ ആർക്കിയോളജിക്കൽ വകുപ്പ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കാണാം. അതെല്ലാം ദൗർഭാഗ്യവശാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്രങ്ങളാണ്. ഇന്ന് നിലപാട് തറ എന്ന് കാണുന്നത് തളി ക്ഷേത്രമാണ്. എടക്കളത്തൂർ ഭട്ടതിരി വാനനിരീക്ഷണം നടത്തിയിരുന്ന കിണറാണ് ചാവേറുകളെ ചവിട്ടിത്താഴ്ത്തിയതായി പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുന്നത്. ശരിക്കും അങ്ങനെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരെ ആദരിക്കുന്ന സംസ്കൃതിയാണ് ഹിന്ദു സംസ്കൃതിയുടേത്. അവരെ കിണറ്റിൽ ചവിട്ടിത്തള്ളുന്ന സംസ്കൃതിയല്ല. പിന്നെ മുനിയറ, മരുന്നറ എന്നുള്ള പേരിൽ കാണാം. അതുപോലെ എന്നാൽ ഈ ചാവേറുകളെ സംസ്കരിച്ചിരുന്ന ചുടലപ്പറമ്പ് ഇവിടെ വേറെയുണ്ട്. ഇവിടെ ക്ഷേത്രത്തിലാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പഴുക്കാമണ്ഡപം ക്ഷേത്രത്തിനകത്താണോ പുറത്താണോ എന്ന് പറയാൻ പറ്റാത്തതാണ്. ഇവിടെ മുമ്പൊരു ആൽവൃക്ഷം ഉണ്ടായിരുന്നു. ആ ആൽവൃക്ഷത്തിൻ്റെ ഇലയുടെ അകവും പുറവും തിരിച്ചറിയാൻ പറ്റാത്തതായിരുന്നു. പിന്നെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതൊക്കെ വെട്ടിപ്പോയി. അങ്ങനെ പിന്നെ ഇവിടെ മറുകരയിൽ ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും ഉണ്ട്. ആ ശിവക്ഷേത്രം ബ്രഹ്മക്ഷേത്രം പുഷ്കരം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ്. അടുത്തുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം, തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം, തൃത്താല, അങ്ങനെ നിരവധി ദേവതാ സങ്കേതങ്ങൾ ഇതിൻ്റെ പരിസരങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം ആളുകൾക്ക് വളരെ കാണുന്നതിന് പ്രസക്തമായിട്ടുള്ള കേന്ദ്രങ്ങളാണ്. തിരുനാവായ എന്ന് പറഞ്ഞാൽ നദിയുടെ ഇരുകരകളിലുമായിട്ട് അപ്പുറത്ത് തവനൂര്, അപ്പുറത്ത് തിരുനാവായ, അപ്പുറത്ത് ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവും, ഇവിടെ നാവാമുകുന്ദ ക്ഷേത്രം. ഈ 2 സ്ഥലങ്ങളിലുമായിട്ടാണ് ഈ മഹാമാഘാഘോഷത്തിൻ്റെ പൂജകളും മറ്റുള്ള ചടങ്ങുകളും ഒക്കെ നടക്കുന്നത്. നടുക്കുള്ള മണൽപ്പരപ്പിലും ചേർന്നിട്ട്. അപ്പം ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ തീർത്ഥത്തെ ആരാധിക്കാനാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ പരിശുദ്ധിയിൽ, അതിൻ്റെ വൃത്തിയിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി വേണം വരാൻ. അത് നമ്മളുടേതായിട്ടുള്ള യാതൊന്നും ഇവിടെ നിന്നുള്ള ശക്തിയെ നമ്മുടെ ഊർജ്ജമായി തിരിച്ചു കൊണ്ടുപോകാനാണ് വരുന്നത്. നമ്മുടേതായിട്ടുള്ള ഒന്നും ഇവിടെ നിക്ഷേപിക്കാനല്ല. അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹമല്ല, അതിൻ്റെ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരിക, ഈ പ്രകൃതിയെ മലിനമാക്കുന്നതിന്. രണ്ടാമത്തെ കാര്യം, പല ദേശങ്ങളിൽ നിന്ന് പല ദൂരങ്ങളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് എത്തിച്ചേർന്ന ആളുകളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവാം. വളരെ ചെറിയ സ്ഥലമാണ്, പരിമിതമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ളത്. അപ്പം അതുകൊണ്ട്
നമ്മുടെ സാന്നിധ്യം ഇവിടെ വരുന്ന എല്ലാവർക്കും യാതൊരു അസൗകര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം അത്യാവശ്യം സമയം കണക്കാക്കി തിരക്ക് കൂട്ടാതെ വന്ന് വളരെ ശാന്തമായി ഈ ധന്യമായിട്ടുള്ള ഭവ്യമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള സംഗമത്തിൽ അണിചേർന്ന് പോകും. മാഘത്തിന് പൊതുവിലൊരു 21 ഇന വ്രത നിർദ്ദേശങ്ങളുണ്ട്. അത് അല്പാഹാരം, ഇത് നിരന്തരമായിട്ടുള്ള ജപം, ശുദ്ധി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വാക്കിൽ ഉള്ള ശുചിത്വം, നമ്മൾ വളരെ സൗമ്യമായിട്ടുള്ള വാക്കുകൾ പറയുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ്. അതിപ്പോൾ നമ്മൾ മാഘവ്രതം എന്നുള്ള രീതിയിൽ കൽപ്പവാസ വ്രതം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണും. സാമാന്യമായിട്ട് നമ്മളിവിടെ ഏത് തരത്തിലുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള വ്രതം നോൽക്കുന്നതിൻ്റെയും സാമാന്യ നിയമങ്ങൾ തന്നെയാണ് അതൊക്കെ ഉള്ളത്. അപ്പം ആ വ്രതശുദ്ധിയോടുകൂടി കുറച്ച് ദിവസത്തെങ്കിലും വ്രതശുദ്ധിയോടുകൂടി വന്നാൽ ഈ ശക്തിയെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതിന് കൂടുതൽ അത് സഹായകരമായി. അത് വ്രതമില്ലെങ്കിൽ പോലും, നിങ്ങളൊരു വ്രതവുമല്ല എന്നുള്ള രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭാവത്തിന്റെ ശുദ്ധി മാഘസ്നാനത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാവമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. യാതൊരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള ശുദ്ധാശുദ്ധങ്ങളും ബാധകമാകാത്ത ഭൂമിയാണ് കുംഭമേളകൾ, മാഘമേളകൾ, പുഷ്കരമേളകളും ഒക്കെ. അവിടെ ജാതിഭേദമോ ലിംഗഭേദമോ മറ്റുള്ള വ്യത്യാസങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലം.